നാഗകന്യക 3യുടെ എപ്പിസോഡ് 27ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ ഉറങ്ങിക്കിടക്കുന്ന വ്യോമിനും ഫാമിലിക്കും മാംസത്തിന്റെ സ്മെല്ല് അടിക്കുകയും അവർ 4 പേരും എഴുന്നേറ്റ് ബാൽക്കണിയിൽ വരികയും ചെയ്യുകയാണ്. അപ്പോൾ അവിടെ മാംസം ഇരിക്കുന്നത് കണ്ട് അവർക്ക് കൊതി തോന്നുകയും അവർ പരുന്തായി മാറി മാംസത്തിന്റെ അടുത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. അപ്പോൾ വ്യോമിന് ഡൗട്ട് തോന്നുകയാണ്. വ്യോമ അവരോട് മാംസം കഴിക്കരുതെന്ന് പറയുകയാണ്. അവർക്ക് വ്യോമ എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ്. വ്യോമ അവരോട് ഇത് ട്രാപ്പ് ആണെന്ന് തോന്നുന്നു, ഈ മാംസം ഇവിടെ ആരോ കൊണ്ടുവച്ചതാണ് എന്ന് പറഞ്ഞ് അവർ ഡോറിന്റെ അടുത്തേക്ക് നോക്കുമ്പോൾ അവിടെ ബേല വരുന്നു. ബേലയെ കാണുന്ന അവർ ഞെട്ടി നിൽക്കുകയാണ്. ബേല അവരുടെ അടുത്തേക്ക് പോവുകയാണ്. എന്നിട്ട് അവരോട് എന്റെ ഡൗട്ട് ശരിയായിരുന്നു എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വ്യോമ ബേലയോട് നീ ഒരു നാഗിനെയാണെന്ന് ഞങ്ങൾക്ക് ഒരിക്കലും ഡൗട്ട് തോന്നിയിട്ടില്ല, നീ എന്തായാലും ഞങ്ങളുടെ കാര്യം ആരോടും പറയില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം എന്നൊക്കെ പറയുകയാണ് വ്യോം. ബേലയ്ക്ക് വ്യോമും ഫാമിലിയും പരുന്താണെന്നുള്ളത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം വ്യോമിനെയും ഫാമിലിയെയും പണ്ട് മുതലേ സൈക്കിളിനും ഫാമിലിക്കും അറിയാവുന്നതാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്ന് ആലോചിക്കുകയാണ് ബേല. അപ്പോൾ വ്യോമ ബേലയോട് നിങ്ങൾ ഇച്ഛാധാരി നാഗങ്ങളെ പോലെ ഞങ്ങൾക്ക് എപ്പോഴും രൂപം മാറാൻ കഴിയില്ല, പക്ഷേ ഞങ്ങൾക്കൊരു വരദാനം കിട്ടിയിട്ടുണ്ട്, ജീവിതത്തിൽ ഒരു പ്രാവശ്യം രൂപം മാറാൻ കഴിയും. അതുകൊണ്ട് സൈക്കിൾ ഫാമിലിയിലേക്ക് വരാൻ വേണ്ടി വ്യോമിന്റെയും ഫാമിലിയുടെയും രൂപത്തിലായി മാറി ഞങ്ങൾക്ക് ഞങ്ങളുടെ പ്രതികാരം ചെയ്തു തീർക്കണമായിരുന്നു. ഇത്രയും പറഞ്ഞിട്ട് നാഗറാണിക്ക് ഒന്നും ഓർമ്മ വരുന്നില്ലേ? കേശയെ നിനക്ക് ഓർമ്മയുണ്ടോ? ഇല്ലെങ്കിൽ നിന്റെ സഹോദരി ജൂഹിയെ ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല ആലോചിച്ച് വിഷമിച്ച് നിൽക്കുകയാണ്. ആ സമയം ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. റൂഹി ബേലയായി മാറിയ സമയം. റൂഹിയുടെ സഹോദരി ജൂഹി ബേലയെ കാണാൻ വരുന്നു. ജൂഹി ബേലയോട് ജൂഹിക്ക് ഒരാളെ ഇഷ്ടമാണെന്നും അതൊരു മനുഷ്യനാണെന്നും പറയുകയാണ്. അത് കേട്ട് ബേലയ്ക്ക് ഡൗട്ട് തോന്നുകയാണ്. ജൂഹി വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും നാഗവംശത്തിലുള്ളവർക്ക് മനുഷ്യരെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ആരും വിവാഹത്തിന് സമ്മതിക്കില്ല, അതുകൊണ്ട് ജൂഹി അയാളെ വിവാഹം കഴിക്കുമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് നിൽക്കുകയാണ്. അതെല്ലാം കേൾക്കുന്ന ബേല എന്ത് പറഞ്ഞിട്ടും ജൂഹി അതൊന്നും കേൾക്കാതെ ജൂഹി ബേലയെ കേശയുടെ അടുത്തേക്ക് കൊണ്ടുപോവുകയാണ്. ആദ്യ കാഴ്ചയിൽ തന്നെ ബേലയ്ക്ക് കേശയുടെ സ്വഭാവത്തിൽ ഡൗട്ട് തോന്നുകയാണ്. കേശ ഒരു മനുഷ്യനല്ല എന്ന് മനസ്സിലാക്കുന്ന ബേല ഓരോ കാരണങ്ങൾ പറഞ്ഞ് ജൂഹിയെ തടഞ്ഞു നിർത്താൻ ശ്രമിക്കുമെങ്കിലും ബേലയ്ക്ക് അതിന് കഴിയുന്നില്ല. ജൂഹി കേശയുടെ കൂടെ അവിടെ നിന്ന് പോകുന്ന വഴി കേശ ബേലയെ തിരിഞ്ഞു നോക്കുകയാണ്. കേശ നോക്കുന്നത് കാണുന്ന ബേലയ്ക്ക് നടക്കാൻ പോകുന്നതൊന്നും ശരിയല്ല എന്ന് തോന്നുകയാണ്. ശേഷം കഥ പ്രസന്റിൽ വരുന്നു. ബേലയോട് വ്യോമ നീ കാരണമാണ് ഞങ്ങൾക്ക് കേശയെ നഷ്ടപ്പെട്ടതെന്ന് ദേഷ്യത്തോടെ പറയുകയാണ്. അത് കേൾക്കുന്ന ബേല കേശ ചതിയനായിരുന്നു, അവൻ ഞങ്ങളോട് കള്ളം പറഞ്ഞു, നാഗങ്ങളും കഴുകന്മാരും തമ്മിൽ ഒരു എഗ്രിമെന്റ് ഉണ്ടായിരുന്നു, എത്ര വലിയ ശത്രുത ഉണ്ടെങ്കിലും നമ്മൾ പരസ്പരം യുദ്ധം ചെയ്യില്ല എന്നും ഉപദ്രവിക്കില്ല എന്നും കൊല്ലില്ല എന്നും, പക്ഷേ കേശ ഈ എഗ്രിമെന്റ് എല്ലാം ഇല്ലാതാക്കി എന്ന് പറഞ്ഞിട്ട് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഒരു രാത്രി ജൂഹിയെ കുറിച്ച് ദുസ്വപ്നം കണ്ട് ബേല ജൂഹിയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയം കേശ ജൂഹിയെ ഉപദ്രവിക്കുകയാണ്. എന്നിട്ട് ജൂഹിയോട് നാഗറാണിയെ വിളിച്ചു വരുത്താൻ പറയുകയാണ്. അപ്പോൾ അവിടെ ബേല വരുന്നു. കേശയുടെ സ്വഭാവം കാണുന്ന ബേലയ്ക്ക് കേശ ഒരു മനുഷ്യനല്ല എന്ന് മനസ്സിലാവുകയാണ്. അപ്പോൾ കേശ കഴുകനായി മാറുന്നു. അത് കണ്ട് ബേല ഞെട്ടി നിൽക്കുകയാണ്. ദേഷ്യം വരുന്ന ബേല പകുതി നാഗമായി മാറി കഴുകനെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ കഴുകൻ കേശയായി മാറുന്നു. കേശ ആയുധം ഉപയോഗിച്ച് ബേലയുമായി ഫൈറ്റ് ചെയ്യാൻ തുടങ്ങുന്നത് കാണുന്ന ബേല കേശിനെ വാലുകൊണ്ട് ചുറ്റിപ്പിടിക്കുകയും കേശയെ ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് കേശ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയായി ബേല കേശയെ കൊല്ലുകയാണ്. ശേഷം ബേല ജൂഹിയുടെ അടുത്തേക്ക് പോകുമ്പോഴേക്കും ജൂഹി മരിക്കുകയാണ്. ജൂഹിയുടെ മരണം കണ്ട് വിഷമം സഹിക്കാൻ കഴിയാതെ കരയുകയാണ് ബേല. ഇതെല്ലാം ബേല അവരോട് പറയുകയാണ്. അത് കേൾക്കുന്ന അവർ കേശയെ ന്യായീകരിച്ച് സംസാരിക്കുന്നത് കേൾക്കുന്ന ബേല ഞങ്ങൾ നാഗങ്ങൾ തെറ്റ് ചെയ്യുന്നവരെ മാത്രമേ ഉപദ്രവിക്കാറുള്ളൂ, കേശ ചെയ്ത തെറ്റിനുള്ള ശിക്ഷയാണ് ഞാൻ കൊടുത്തത്, ഈ കാര്യത്തിൽ എന്റെ ഭാഗത്ത് തന്നെയാണ് ന്യായമുള്ളത് എന്ന് പറയുകയാണ് ബേല. അത് കേട്ട് ദേഷ്യം വരുന്ന വ്യോമ ബേലയോട് നാഗറാണി കഴുകന്മാരോട് ചെയ്ത തെറ്റിന്റെ ശിക്ഷയായി നാഗലോകത്ത് ഒരു നാഗങ്ങളും ജീവനോടെ ഉണ്ടാവില്ല, എല്ലാ നാഗങ്ങളെയും അവർ ഇല്ലാതാക്കുമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല പകുതി നാഗമായി മാറുകയും ശേഷം മുഴുവൻ നാഗമായി മാറുകയും ചെയ്യുകയാണ്. അത് കാണുന്ന വ്യോമ മുകളിൽ കഴുകന്മാർ പറക്കുന്നത് ബേലയ്ക്ക് കാണിച്ചു കൊടുത്തിട്ട് ബേലയോട് ഈ കുടുംബത്തിൽ ആരും ജീവനോടെ ഉണ്ടാവില്ല, എല്ലാവരെയും ഇല്ലാതാക്കിയിട്ട് വ്യോമ ഇവിടെ നിന്ന് പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല യഥാർത്ഥ രൂപത്തിലാകും
ഉണ്ടാകുന്നു. എന്നിട്ട് വ്യോമിനോട് കഴുകന്മാരെ എല്ലാവരെയും കൊല്ലുമെന്ന് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും വാശിയോടെ പരസ്പരം വെല്ലുവിളിക്കുകയാണ്. അടുത്ത സീനിൽ ദീപാവലി ദിവസമാണ്. എല്ലാവരും പൂജ ചെയ്യുന്ന സ്ഥലത്ത് വരികയും എല്ലാവരും പരസ്പരം ഹാപ്പി ദീപാവലി എന്ന് പറയുകയും സൈകളുടെയും സുമിത്രയുടെയും കാലിൽ തൊട്ട് ആശീർവാദം വാങ്ങുകയും ചെയ്യുകയാണ്. എല്ലാവരും വളരെ ഹാപ്പിയായി നിൽക്കുകയാണ്. അപ്പോൾ അവിടെ യുവിയും വിശാഖയും വരികയാണ്. ശേഷം രാർജിയും കുഹുവും വരുന്നു. കുഹു സുമിത്രയോട് യുവിയുടെ റൂമിന്റെ അടുത്ത് നിന്ന് മാറണമെന്നും ഇന്നലെ രാത്രി സൗണ്ട് കേട്ട് ഉറങ്ങാൻ കഴിഞ്ഞില്ല എന്നും പറയുകയാണ്. അത് കേട്ട് എല്ലാവരും യുവിയെ നോക്കി കളിയാക്കുന്നത് പോലെ ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ബേലയും മഹിയും വരുന്നു വഴി ബേല മഹിയോട് ദീപാവലിയുടെ പൂജ തുടങ്ങുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ബേലയുടെ കൂടെ തന്നെ ഉണ്ടാവണമെന്ന് പറയുകയാണ്. മഹി ബേല പറയുന്നത് സമ്മതിക്കുകയാണ്. ശേഷം സൈകളും സുമിത്രയും കൂടി ആരതി ഒഴിഞ്ഞ് പൂജ ചെയ്യുകയാണ്. തുടർന്ന് മഹിയും ബേലയും ആരതി ഒഴിയുകയാണ്. ശേഷം കുഹുവും മാർജിയും ആരതി ഒഴിയുകയാണ്. അവസാനം വിശാഖയും യുവിയും ആരതി ഒഴിയുകയാണ്. യുവിയായ വിക്രാന്തിന്റെ കൂടെ ആരതി ഒഴിയുന്നതിന്റെ സന്തോഷത്തിലാണ് വിശാഖ. തുടർന്ന് വിശാഖ ദീപാവലിയോടനുബന്ധിച്ച് ഒരു പാർട്ടി നടത്തുന്നുണ്ടെന്ന് എല്ലാവരും 8 മണിക്ക് വരണമെന്നും പറയുകയാണ്. ഇവർ 3 പേരും വ്യോമിനും ഫാമിലിക്കും വേണ്ടി ട്രാപ്പ് ഒരുക്കിയിരിക്കുകയാണ്. അടുത്ത സീനിൽ പാർട്ടി നടക്കുന്ന സ്ഥലമാണ് കാണിക്കുന്നത്. സുമിത്രയും സൈക്കിളും കൂടി പാർട്ടിയിൽ വരുന്നവരെ എല്ലാം ക്ഷണിക്കുകയാണ്. അപ്പോൾ അവിടേക്ക് വ്യോമും ഫാമിലിയും വരുന്നു. അവരെ വിശാഖ വളരെ സന്തോഷത്തോടു കൂടി വെൽക്കം ചെയ്യുകയാണ്. എന്നിട്ട് വിശാഖ എല്ലാവരോടും ഒരു മ്യൂസിക്കിൽ ഡാൻസ് ചെയ്യാമെന്ന് പറയുകയാണ്. അപ്പോൾ അവിടെ വരുന്ന കുറച്ചു പേർ ട്രഡീഷണൽ ഇൻസ്ട്രുമെന്റ് ഉപയോഗിക്കുകയാണ്. അതിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ട് എല്ലാവരും ഡാൻസ് ചെയ്യുകയാണ്. ഈ സൗണ്ട് വ്യോമിനും ഫാമിലിക്കും ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ്. അവർ ഈ കാര്യം ആരും അറിയാതിരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരുടെ മാറ്റം ബേലയും വിശാഖയും യുവിയും ശ്രദ്ധിക്കുന്നുണ്ട്. അവർ മാറി നിൽക്കുന്നത് കാണുന്ന വിശാഖയും യുവിയും അവരെ ഡാൻസ് ചെയ്യാൻ വേണ്ടി വിളിക്കുകയാണ്. അവർ 4 പേരും ഓരോ കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയും അവർ പുറത്തേക്ക് പോവുകയും ചെയ്യുകയാണ്. അത് കാണുന്ന ബേല എല്ലാവരോടും പുറത്തേക്ക് വരണമെന്നും ഒരു സർപ്രൈസ് ഉണ്ടെന്നും പറയുകയാണ്. എന്നിട്ട് ബേല മഹിയുടെ കൈ പിടിച്ചുകൊണ്ട് അവിടെ നിന്ന് പുറത്തേക്ക് പോവുകയാണ്. ഈ സമയം പുറത്തു വരുന്ന അവർ 4 പേര് സൗണ്ട് കേട്ട് ദേഷ്യം വന്ന് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ വരുന്ന ബേല പടക്കം പൊട്ടിക്കുകയാണ്. ആ സൗണ്ട് കേട്ട് വ്യോമിനും ഫാമിലിക്കും വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. ബേല പടക്കം പൊട്ടിക്കുന്നത് കണ്ട് അവിടെ വരുന്ന എല്ലാവരും സന്തോഷത്തോടെ നിൽക്കുകയാണ്. ആ സമയം വ്യോമും ഫാമിലിയും കൈകൊണ്ട് ചെവി അടച്ചു പിടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിപ്പോവുകയാണ്. പോകുന്ന വഴി മ്യൂസിക് ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരോട് മ്യൂസിക് നിർത്താൻ പറയുകയാണ്. ശേഷം വ്യോമും ഫാമിലിയും അകത്തേക്ക് പോവുകയാണ്. അടുത്ത സീനിൽ എല്ലാവരും വ്യോമിന്റെ റൂമിൽ പോവുകയാണ്. കാരണം വ്യോമ കണ്ണ് കെട്ടിവച്ചിരിക്കുകയാണ്. വ്യോമിന്റെ അടുത്തിരുന്ന് വ്യോമിന്റെ അമ്മ കരയുകയാണ്. വ്യോമിന്റെ കണ്ണിന് എന്താണ് സംഭവിച്ചതെന്ന് എല്ലാവരും ചോദിക്കുകയാണ്. ബേലയെ കാണുന്ന വ്യോമിന്റെ അമ്മ ബേല കാരണമാണ് വ്യോമിന്റെ കാഴ്ച നഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞ് ബേലയെ കുറ്റപ്പെടുത്തുകയാണ്. അത് കേട്ട് ആർക്കും ഒന്നും മനസ്സിലാകാതെ നിൽക്കുകയാണ്. അപ്പോൾ വ്യോമിന്റെ അമ്മ ബേല പടക്കം പൊട്ടിച്ചപ്പോൾ അതിന്റെ സൗണ്ട് കേട്ടാണ് വ്യോമിന്റെ കാഴ്ച ശക്തി പോയതെന്ന് പറഞ്ഞ് അവർ കരയുകയാണ്. അത് കേട്ട് ഒന്നും മനസ്സിലാവാത്തത് കൊണ്ട് വിശാഖ വ്യോമിന്റെ അമ്മയോട് പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടാൽ ചെവിക്കല്ലേ പ്രോബ്ലം വരേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന അവർ കുട്ടിക്കാലം മുതൽ വ്യോമിന് പടക്കത്തിന്റെ സൗണ്ട് അലർജി ആണെന്നും ഒത്തിരി ഡോക്ടേഴ്സിനെ കാണിച്ചു, ഈ പ്രോബ്ലം മാറില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുകയാണ്. എന്നിട്ട് കരയുകയാണ് അവർ. അത് കേട്ട് വ്യോമ അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. വ്യോമ അമ്മയോട് വളരെ ഇമോഷണലായും സെന്റിമെന്റായും കുറെ കാര്യങ്ങൾ പറയുന്നത് കേട്ട് എല്ലാവരും വിഷമിച്ച് നിൽക്കുകയാണ്. അടുത്ത സീനിൽ ബേലയെ കാണാൻ വിക്രാന്ത് വരികയാണ്. വിക്രാന്ത് പരുന്തുകളെ എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് പുറത്താക്കണം, അതിനു വേണ്ടി എന്ത് ചെയ്യാനും വിക്രാന്ത് കൂടെ ഉണ്ടാകുമെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന ബേല വിക്രാന്തിനോട് വിക്രാന്ത് ബേലയോട് ചെയ്തതൊന്നും ബേല മറന്നിട്ടില്ല എന്നും ശത്രുവായ കഴുകനെ ഇല്ലാതാക്കാൻ വേണ്ടി മാത്രമാണ് വിക്രാന്തിനെ കൂടെ നിർത്തിയിരിക്കുന്നതെന്നും അല്ലാതെ ഒരു ബന്ധവും നമ്മൾ തമ്മിൽ ഇല്ല എന്നും പറയുകയാണ്. ശേഷം ബേല റൂമിൽ വരുമ്പോൾ മഹി ഉറങ്ങിക്കിടക്കുകയാണ്. ബേല മഹിയുടെ അടുത്തേക്ക് പോകുമ്പോൾ മഹിയുടെ പുറകിൽ വ്യോമിന്റെ സഹോദരി റിങ്കി കിടക്കുന്നത് ബേല കാണുന്നു. ബേലയെ കാണുന്ന റിങ്കി മഹിയെ തൊടുന്നത് കാണുന്ന ബേലയ്ക്ക് ദേഷ്യം വരികയും ബേല റിങ്കിയോട് ഷൗട്ട് ചെയ്ത് സംസാരിക്കുകയും ചെയ്യുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന റിങ്കി കഴുകനായി മാറുമ്പോൾ ബേല നാഗമായി മാറുന്നു. ശേഷം നാഗം കഴുകനെ വാലിൽ ചുറ്റി വിൻഡോ വഴി പുറത്തേക്ക് എറിയുകയും വിൻഡോ അടയ്ക്കുകയും ചെയ്യുകയാണ്. മറുവശത്ത് റൂമിൽ വരുന്ന വിക്രാന്തിനോട് വിശാഖ ഇത്രയും നേരം എവിടെ പോയതായിരുന്നു എന്ന് ചോദിച്ച് രണ്ടുപേരും വഴക്കു കൂടുകയും
പറയുകയാണ്. ഭാര്യ എന്നുള്ള രീതിയിൽ അവകാശവും അധികാരവും എന്നോട് വേണ്ട എന്ന് പറയുകയാണ് വിക്രാന്ത്. വിക്രാന്തിന്റെ ഭാര്യ എന്നുള്ള അവകാശം കിട്ടണമെന്ന് പറഞ്ഞ് വാശി പിടിച്ച് വിശാഖ നിൽക്കുന്നത് കാണുന്ന വിക്രാന്ത് അവിടെ നിന്നും പോവുകയാണ്. ഈ സമയം ബേലയും മഹിയും സന്തോഷത്തോടെ ഇരിക്കുകയാണ്. വിക്രാന്തും വിശാഖയും ഒരു ബന്ധവുമില്ലാത്തവരെ പോലെയാണ് കഴിയുന്നത്. വിശാഖ ഉറങ്ങിയെന്ന് മനസ്സിലാക്കുന്ന വിക്രാന്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു പോകുന്നു. ശേഷം വിക്രാന്ത് റിങ്കിയുടെ റൂമിലേക്കാണ് പോകുന്നത്. വിക്രാന്ത് റിങ്കിയുമായി സംസാരിച്ചിരിക്കുകയാണ്. ആദ്യമൊക്കെ വിക്രാന്തിനോട് സംസാരിക്കാൻ കൂട്ടാക്കാത്ത റിങ്കി വിക്രാന്തിന്റെ സ്നേഹമയമുള്ള വാക്കുകളിൽ വീഴുകയാണ്. ശേഷം അവർ രണ്ടുപേര് രാവിലെ റൂമിൽ നിന്ന് സന്തോഷത്തോടെ ഇറങ്ങി വരുന്നത് വ്യോം കാണുന്നു. അത് കണ്ട് വ്യോമിന് ദേഷ്യം വരികയും വ്യോമ വിക്രാന്തിനെ അടിക്കുകയും ചെയ്യുകയാണ്. ആ സമയം വിക്രാന്ത് യുവിയായി മാറുന്നു. അപ്പോൾ അവിടേക്ക് എല്ലാവരും വരുന്നു. എല്ലാവരും വ്യോമിനോട് കാര്യം ചോദിക്കുമ്പോൾ റിങ്കിയോട് യുവി മോശമായി പെരുമാറിയെന്ന് പറയുകയാണ്. അത് കേട്ട് എല്ലാവരും ഞെട്ടി നിൽക്കുകയാണ്. യുവി എന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് എല്ലാവരും. അതെല്ലാം കേട്ടിട്ട് യുവി ഒന്നും പറയാതെ നിൽക്കുകയാണ്. യുവിയെ കുറിച്ച് വ്യോമ പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മഹി യുവിയെ വഴക്ക് പറയുകയും യുവിയോട് ചെയ്ത തെറ്റിന് മാപ്പ് പറയാനും പറയുകയാണ്. എന്നിട്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകാനും പറയുന്നു. മഹി വയലന്റായി സംസാരിക്കുന്നത് കേൾക്കുന്ന വ്യോമ മഹിയോട് ചെയ്ത തെറ്റിൽ യുവിക്ക് പശ്ചാത്താപമുണ്ടെങ്കിൽ കുഴപ്പമില്ല, ഞാൻ ക്ഷമിച്ചു എന്ന് പറയുകയാണ്. ഇതിനിടയിൽ വ്യോമ അറിയാതെ യുവി റിങ്കിയോട് മോശമായി പെരുമാറുന്നത് കണ്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. വ്യോമിന് ഇപ്പോൾ ഒന്നും കാണാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് അപ്പോൾ തന്നെ വ്യോമ മാറ്റി പറയുന്നു. യുവി റിങ്കിയോട് സംസാരിക്കുന്നതെല്ലാം കേട്ടു എന്ന് പറയുകയാണ്. ശേഷം മഹി യുവിയോട് ഇനി ഇതുപോലെ എന്തെങ്കിലും ചെയ്തെന്ന് അറിഞ്ഞാൽ എന്ന് ദേഷ്യത്തോടെ പറഞ്ഞ് വാർണിംഗ് കൊടുത്തിട്ടാണ് മഹി അവിടെ നിന്ന് പോകുന്നത്. തുടർന്ന് അവിടെ നിന്ന് എല്ലാവരും പോകുന്നു. എല്ലാവരും പോയതിനു ശേഷം യുവി ബേലയുടെ അടുത്തുകൂടി ബേലയെ നോക്കി ചിരിച്ചുകൊണ്ട് പോവുകയാണ്. അത് കാണുന്ന ബേലയ്ക്ക് ഇതെല്ലാം യുവി ചെയ്തത് മനഃപൂർവ്വമാണോ എന്ന് ഡൗട്ട് തോന്നുകയാണ്. ശേഷം റൂമിൽ പോകുന്ന യുവി വിക്രാന്തായി മാറുന്നു. വിക്രാന്തിനെ കാണുന്ന വിശാഖ വിക്രാന്തിനെ കുറ്റപ്പെടുത്തി ഓരോന്നും പറയുകയാണ്. ഈ വീട്ടിൽ ആരുടെ മുഖത്ത് നോക്കാൻ കഴിയാത്ത രീതിയിൽ എന്നെ ഇൻസൾട്ട് ചെയ്തത് എന്തിനാണെന്ന് ചോദിച്ച് വിശാഖ വയലന്റ് ആവുകയാണ്. വിക്രാന്ത് ഒരു തെറ്റ് ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും വിശാഖ അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല. വൈഫ് എന്നുള്ള രീതിയിൽ ഒരു അംഗീകാരവും അവകാശവും വിക്രാന്ത് വിശാഖയ്ക്ക് കൊടുക്കുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ എന്നെ ചതിച്ചാണ് നീ വിവാഹം കഴിച്ചത്, അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചേ പറ്റൂ എന്ന് വിക്രാന്ത് പറയുന്നത് കേൾക്കുന്ന വിശാഖ ദേഷ്യത്തോടെ അവിടെ നിന്നും പോകുന്നു. ജീവിതത്തിൽ ആദ്യമായി ഞാൻ സത്യം പറഞ്ഞപ്പോൾ അത് ആരും വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ചിരിക്കുകയാണ് വിക്രാന്ത്. മറുവശത്ത് വ്യോമിന്റെ അമ്മ വഴക്ക് പറയുകയാണ്. നമ്മുടെ ലക്ഷ്യം നടക്കണമെങ്കിൽ ഈ വീട്ടിൽ തന്നെ നിൽക്കേണ്ടത് അത്യാവശ്യമാണ്. നിന്റെ ദേഷ്യം കൺട്രോൾ ചെയ്യണം. വ്യോമ കാരണം ഇന്ന് നമ്മൾ ഇവിടെ നിന്ന് പുറത്താകാനുള്ളതായിരുന്നു. നീ ദേഷ്യം കൺട്രോൾ ചെയ്തില്ല എങ്കിൽ നമ്മുടെ ലക്ഷ്യം നടക്കില്ല. ഇതെല്ലാം അവർ മനഃപൂർവ്വം പ്ലാൻ ചെയ്ത് നടത്തിയതാണ്. നമുക്ക് ഭാഗ്യമുള്ളത് കൊണ്ടാണ് നമ്മൾ രക്ഷപ്പെട്ടത്. നമ്മളെ ആർക്കും ഡൗട്ട് തോന്നാത്ത രീതിയിൽ വേണം ഓരോ നീക്കവും. നമ്മുടെ ലക്ഷ്യമാണ് നമുക്ക് വലുതെന്ന് പറയുകയാണ് വ്യോമിന്റെ അമ്മ. അതെല്ലാം കേൾക്കുന്ന വ്യോം എങ്ങനെയെങ്കിലും എന്ത് ചെയ്തിട്ടാണെങ്കിലും നാഗറാണിയോട് പ്രതികാരം ചെയ്യണമെന്നും മഹി തന്നെ ബേലയെ ഇവിടെ നിന്ന് ഇറക്കി വിടുമെന്നും പറയുകയാണ് വ്യോം. മറുവശത്ത് വിക്രാന്തിനെ കാണാൻ പോകുന്ന ബേല വിക്രാന്തിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഇതെല്ലാം എന്തിനാണ് ചെയ്തതെന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് ഇതെല്ലാം പ്ലാൻ ആയിരുന്നു എന്ന് പറയുകയാണ്. ഇനി എന്ത് പ്ലാൻ ചെയ്യുമ്പോഴും ബേലയെ കൂടി അറിയിക്കണമെന്നും വിശാഖയിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്, വിശാഖ വിക്രാന്തിന്റെ വൈഫാണെന്നും പറഞ്ഞിട്ട് ബേല അവിടെ നിന്നും പോകുന്നു. ശേഷം റൂമിൽ പോകുന്ന വിക്രാന്തിനെ അവിടെ വരുന്ന വിക്രാന്തിന്റെ അമ്മയായ പർപ്പിൾ നാഗം ഉപദ്രവിക്കുകയാണ്. കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോഴെല്ലാം നാഗം വിക്രാന്തിനെ ഉപദ്രവിക്കുകയാണ്. അവസാനം വിക്രാന്തിന് കാര്യം മനസ്സിലാവുകയാണ്. ബേലയെ സഹായിച്ചാൽ വിക്രാന്തിന്റെ ലക്ഷ്യം നടക്കില്ല. വിക്രാന്തിന്റെ ലക്ഷ്യം നടക്കണമെങ്കിൽ വിക്രാന്ത് ബേലയുടെ കൂടെയല്ല, പകരം വ്യോമിന്റെ കൂടെ നിൽക്കണം. അപ്പോൾ വിക്രാന്തിന് ബേലയെയും നാഗമാണിക്യവും കിട്ടുമെന്നും ശത്രുവിന്റെ ശത്രു മിത്രമാണ് എന്ന് വെച്ചാൽ ബേലയുടെ ശത്രു എന്റെ മിത്രമാണ് എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. അടുത്ത സീനിൽ മഹിയുടെ പുതിയ പ്രോജക്റ്റിന്റെ പ്രസന്റേഷന്റെ പാർട്ടി നടക്കുകയാണ്. അവിടെ വ്യോമും ഫാമിലിയും വരുന്നു. വ്യോമിനെ ആരോ ഫോൺ വിളിക്കുമ്പോൾ വ്യോം അവിടെ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഇതെല്ലാം ബേല ശ്രദ്ധിക്കുന്നുണ്ട്. ശേഷം എല്ലാവരും മഹിയുടെ പ്രസന്റേഷൻ കേൾക്കുകയാണ്. മറുവശത്ത് ആരും കാണാതെ ഒരു സ്ഥലത്ത് വ്യോമിനെയും കാത്തു നിൽക്കുകയാണ് വിക്രാന്ത്. അപ്പോൾ വിക്രാന്തിന്റെ അടുത്ത് വ്യോമ വരുന്നു. വ്യോമും വിക്രാന്തും കൂടി ഒരു ഡീല് വയ്ക്കുകയാണ്. വിക്രാന്ത് വ്യോമിന്റെ കൂടെ നിൽക്കാം, പക്ഷേ ബേലയ്ക്ക് ഒന്നും സംഭവിക്കാൻ പാടില്ല. നാഗമാണിക്യ നമുക്ക് രണ്ടുപേർക്കും കൂടി ഷെയർ ചെയ്യാം എന്നൊക്കെ പറയും.
പറയുകയാണ്. വ്യോമ് വിക്രാന്തിനോട് എനിക്ക് എങ്ങനെയെങ്കിലും മഹിയെയും ബേലയെയും പിരിച്ച് ഇവിടെ നിന്നും ബേലയെ പുറത്താക്കണം, ബേല തോൽക്കുന്നത് കാണണം, അത്രമാത്രം മതി എന്ന് പറയുകയാണ്. പക്ഷെ രണ്ടുപേരുടെയും മനസ്സിലും വേറെയാണ്. വിക്രാന്ത് നാഗമാണിക്യത്തിനെ ഷെയർ ചെയ്യാൻ കഴിയില്ല എന്നും വ്യോമ് ബേലയെ മാത്രമല്ല വിക്രാന്തിനെ ഉൾപ്പെടെ നാഗവംശത്തെ എല്ലാം ഇല്ലാതാക്കുമെന്ന് മനസ്സിൽ പറഞ്ഞ് രണ്ടുപേരും നിൽക്കുകയാണ്. മറുവശത്ത് പ്രസന്റേഷൻ അവസാനിക്കുകയാണ്. ഇതിനിടയിൽ ബേലയും വിക്രാന്ത് വിശാഖയും കൂടി ഒരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. ബേല ആരും കാണാതെ വ്യോമിനെ പുറത്തു കൊണ്ടുപോകും. വ്യോമിനെ കൊല്ലാനാണ് അവരുടെ പ്ലാൻ. വിശാഖയോട് മഹി ഈ കാര്യം അറിയാതെ നോക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശേഷം ബേല കള്ളം പറഞ്ഞ് വ്യോമിനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. വ്യോമും ബേലയും പോകുന്നത് മഹി കാണുന്നു. മഹി അവരുടെ പുറകെ കാറിൽ കയറി പോവുകയാണ്. മഹി പോകുന്നത് വിശാഖ കാണുന്നു. വിശാഖ ബേല പറഞ്ഞതുപോലെ എങ്ങനെയെങ്കിലും മഹിയെ തടയണമെന്ന് പറഞ്ഞ് വിശാഖ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ വിക്രാന്ത് വരുന്നു. വിക്രാന്ത് വിശാഖയോട് ബേലയെ അനുസരിക്കാൻ കഴിയില്ല, ഞാൻ ആരുടെയും അടിമയല്ല, എനിക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമെന്ന് പറഞ്ഞ് വിക്രാന്ത് ചിരിച്ചു നിൽക്കുകയാണ്. അത് കാണുന്ന വിശാഖയ്ക്ക് കാര്യം മനസ്സിലാവുകയാണ്. ബേലയുടെ യഥാർത്ഥ രൂപം മഹി കാണാനും അതെല്ലാം അറിയുന്ന മഹി ബേലയെ ഉപേക്ഷിക്കാനും വേണ്ടിയാണ് വിക്രാന്ത് മഹിയെ തടയാൻ വിശാഖയെ സമ്മതിക്കാത്തത്. ശേഷം ദേഷ്യം വരുന്ന വിക്രാന്ത് വിശാഖയെ ഉപദ്രവിക്കുകയാണ്. അപ്പോൾ വിശാഖയുടെ ബോധം പോകുന്നു. വിശാഖ ബോധമില്ലാതെ കിടക്കുന്നത് കാണുന്ന വിക്രാന്ത് അവിടെ നിന്നും പോകുന്നു. മറുവശത്ത് ബേല വ്യോമിനെ ഒരു ഗുഹയ്ക്കകത്തേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. അവിടെ എത്തുന്ന വ്യോമിന് തന്റെ ആൾക്കാരെ വിളിച്ചു വരുത്താൻ കഴിയാത്ത സ്ഥലമാണ് ബേല കണ്ടുപിടിച്ചതെന്ന് മനസ്സിലാവുകയാണ്. വ്യോമ ബേലയോട് ഏത് വലിയ ഗുഹയ്ക്കകത്തും എന്റെ ആളുകൾക്ക് വരാൻ കഴിയുമെന്നും പറഞ്ഞ് ബേലയെ തൊടാൻ വ്യോമ ശ്രമിക്കുമ്പോൾ ബേല പകുതി നാഗമായി മാറുന്നു. അത് കണ്ട് വ്യോമ പേടിച്ചു നിൽക്കുകയാണ്. ഈ സമയം വിശാഖയ്ക്ക് ബോധം വരികയാണ്. വിശാഖയ്ക്ക് വിക്രാന്തിനെ വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞ് വിശാഖ ACPയെ കുറിച്ച് റാണിയമ്മയുടെ ആത്മാവിനെ വിശാഖ അറ്റാക്ക് ചെയ്തതും വിക്രാന്ത് വിശാഖയെ മരിക്കാൻ വേണ്ടി ഒറ്റയ്ക്കാക്കിയിട്ട് പോയതുമെല്ലാം ഓർമ്മിക്കുകയാണ്. മറുവശത്ത് ബേല വ്യോമിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോൾ വ്യോമ കഴുകനായി മാറി പറന്നു പോവുകയാണ്. അപ്പോൾ ബേല നാഗമായി മാറി കഴുകനെ ഉപദ്രവിക്കുകയും കഴുകൻ വ്യോമായി മാറുകയും ചെയ്യുന്നു. ശേഷം ബേല വ്യോമിനെ വാലുകൊണ്ട് ചുറ്റി കെട്ടി ഉപദ്രവിക്കുകയാണ്. ഈ സമയം മഹി ബേലയെ ഗുഹയ്ക്കകത്ത് അന്വേഷിച്ച് നടക്കുകയാണ്. അപ്പോൾ വിക്രാന്ത് ജൂഹിയെ ഒരു ഷീറ്റിൽ പൊതിഞ്ഞ് ബേലയുടെ മുന്നിലേക്ക് ഇടുകയാണ്. വിക്രാന്ത് ഇതെല്ലാം ചെയ്യുന്നത് മറഞ്ഞു നിന്നാണ്. ജൂഹിയെ കാണുന്ന ബേല സന്തോഷത്തോടെ ജൂഹിയുടെ അടുത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ വ്യോമ ബേലയെ കയ്യിൽ പിടിച്ച് നിർത്തുകയാണ്. എന്നിട്ട് ബേലയോട് മഹി നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിൽക്കുന്നത് കണ്ട് തെറ്റിദ്ധരിക്കുകയാണെങ്കിൽ നീ മഹിയോട് എല്ലാ കാര്യങ്ങളും പറയുമോ എന്നൊക്കെ ചോദിക്കുകയാണ്. ആ സമയം അവിടെ മഹി വരുന്നു. മഹി ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അലറിക്കൊണ്ട് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന വ്യോമ ബേലയെ തള്ളി മാറ്റിയിട്ട് മഹിയോട് എന്തായാലും നീ അറിയേണ്ടതാണ്, ബേല ആദ്യം എന്റെ സഹോദരനെ പ്രണയിച്ച് ചതിച്ചു, പിന്നെ എന്നെ പ്രണയിച്ച് ചതിച്ച് നിന്നെ വിവാഹം കഴിച്ചു. ഇവളുടെ ക്യാരക്ടർ ശരിയല്ല മഹി. ബേലയ്ക്ക് എന്റെ അലർജിയെ കുറിച്ച് നന്നായി അറിയാമായിരുന്നിട്ടും ഞാൻ ഒന്നും മിണ്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അന്ന് പടക്കം പൊട്ടിച്ചത് എന്നൊക്കെ പറയുകയാണ് വ്യോമ. മഹിയുടെ മനസ്സിൽ ബേലയെ കുറിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കാൻ വേണ്ടിയാണ് വ്യോമ ഇങ്ങനെയെല്ലാം പറയുന്നത്. ഇതെല്ലാം മറഞ്ഞു നിന്ന് വിക്രാന്ത് കേൾക്കുന്നുണ്ട്. ബേല കരഞ്ഞു നിൽക്കുകയാണ്. ജൂഹിയുടെ ജീവൻ രക്ഷിക്കേണ്ടത് അത്യാവശ്യമായതുകൊണ്ട് ബേല മറുപടി ഒന്നും പറയാൻ കഴിയാതെ നിൽക്കുകയാണ്. വ്യോമ ബേലയെ കുറിച്ച് കുറ്റം പറയുന്നത് കേട്ട് ദേഷ്യം വരുന്ന മഹി വ്യോമിനെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നത് കാണുന്ന ബേല മഹിയെ പിടിച്ചു മാറ്റി നിർത്തിയിട്ട് മഹിയോട് എന്നെ കുറിച്ച് സത്യം അറിയണമെങ്കിൽ എന്നോട് ചോദിക്കണം, നമുക്ക് രണ്ടുപേർക്ക് മാത്രം ഇരുന്ന് സംസാരിക്കാം, ഇപ്പോൾ ഇവിടെ നിന്ന് പോകാമെന്ന് പറഞ്ഞ് ബേല നിർബന്ധിച്ച് മഹിയെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. പോകുന്ന വഴി ബേല പതുക്കെ മഹിയോട് എന്റെ സഹോദരി ജൂഹിയുടെ ജീവൻ ആപത്തിലാണ്, അവർ ജൂഹിയെ കിഡ്നാപ്പ് ചെയ്തിരിക്കുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാതെ അവിടെ നിന്നതെന്ന് പറയുകയാണ്. അത് കേട്ട് ദേഷ്യം വരുന്ന മഹി ബേലയോട് ആദ്യം ഷാൻ വന്നു, പിന്നെ യുവി വന്നു, ഇപ്പോൾ വ്യോമ, എന്താണ് ബേലയുടെ ജീവിതത്തിൽ നടക്കുന്നത്? ബേല എന്തിനാണ് എന്നിൽ നിന്ന് എല്ലാം മറച്ചു വെക്കുന്നത്? ബേലയ്ക്ക് എന്നെ വിശ്വാസമില്ലാത്തത് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ് മഹി. മറുവശത്ത് പ്ലാൻ ഫ്ലോപ്പ് ആയതിൽ ദേഷ്യത്തോടെ നിൽക്കുകയാണ് രണ്ടുപേരും. അപ്പോൾ വ്യോമ പ്ലാൻ ബി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ചിരിക്കുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്തിന് ഡൗട്ട് തോന്നുകയാണ്. വിക്രാന്ത് വ്യോമിനോട് ബേലയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ നിന്നെ വെറുതെ വിടില്ല എന്ന് പറയുകയാണ്.
അത് കേട്ട് ദേഷ്യം വരുന്ന വ്യോമ വിക്രാന്തിനെ ഉപദ്രവിക്കുകയാണ്. ഈ സമയം മറുവശത്ത് കഴുകന്മാർ അവിടേക്ക് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്ന ബേല മഹിക്കൊന്നും സംഭവിക്കാതിരിക്കാൻ വേണ്ടി മഹിയുടെ പുറകിൽ നിന്ന് ബേല മഹിയുടെ തലയ്ക്ക് അടിക്കുകയും എന്നിട്ട് മഹിയെ ഒരു സ്ഥലത്ത് മറച്ചു വെക്കുകയും ചെയ്യുകയാണ്. ശേഷം ബേല പോകുന്നത് കാണുന്ന കഴുകന്മാർ ബേലയുടെ പുറകെ പോവുകയാണ്. ബേല വ്യോമിന്റെ അടുത്ത് വരുന്നു. എന്നിട്ട് വ്യോമിനോട് ജൂഹി എവിടെയെന്ന് ചോദിക്കുകയാണ്. ജൂഹിയെ കിട്ടണമെങ്കിൽ നീ ഇവിടെ നിന്ന് ജയിച്ചു പോകണമെന്ന് പറയുന്ന സമയം അവിടെ മുഴുവൻ കഴുകന്മാരും വരികയാണ്. കഴുകന്മാരെ കാണുന്ന ബേല പകുതി നാഗമായി മാറി ഓരോ കഴുകന്മാരെയായി കൊല്ലാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അവിടെ ബേലയെ ഹെൽപ്പ് ചെയ്യാൻ വിശാഖ വരുന്നു. ശേഷം വിക്രാന്ത് വരുന്നു. അവർ പകുതി നാഗമായി മാറി കഴുകന്മാരെ വാലുകൊണ്ട് ഉപദ്രവിക്കുകയാണ്. ഈ സമയം മഹിക്ക് ബോധം വരികയാണ്. മഹി ബേലയെ അന്വേഷിച്ച് നടക്കുന്നു. മറുവശത്ത് 3 പേരും കൂടി കഴുകന്മാരെ എല്ലാവരെയും കൊല്ലുകയാണ്. തോൽക്കുമെന്ന് മനസ്സിലാക്കുന്ന വ്യോമം വിക്രാന്തിന്റെ പുറകിൽ കൂടി പോയി വിക്രാന്തിനെ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അത് ബേല കാണുകയും ബേല വ്യോമിനെ വാലുകൊണ്ട് ചുറ്റി ഉപദ്രവിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ മഹിയുടെ സൗണ്ട് കേൾക്കുന്ന അവർ സാധാരണ രൂപത്തിലാകുന്നു. വിക്രാന്തും വിശാഖയും അവിടെ മറഞ്ഞിരിക്കുകയാണ്. മഹി അവിടെ വരുമ്പോൾ കാണുന്നത് സ്റ്റെപ്പിൽ ബോധമില്ലാതെ കിടക്കുന്ന ബേലയെയാണ്. മഹി ബേലയെ വിളിച്ചു എഴുന്നേൽപ്പിക്കുകയാണ്. എന്നിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ ജൂഹിയെ നോക്കി ഞാൻ ഇവിടെ വന്നപ്പോൾ പേടിച്ച് ബോധം കെട്ട് വീണതാണെന്നും വ്യോമ പേടിച്ചു പോയി കാണുമെന്നും പറഞ്ഞിട്ട് രണ്ടുപേരും ജൂഹിയെ അവിടെ എല്ലായിടത്തും നോക്കുകയാണ്. അവസാനം ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുന്ന ജൂഹിയെ അവർ കാണുകയാണ്. ജൂഹിയെ കാണുന്ന ബേല മഹിയോട് മഹി ഇപ്പോൾ എന്നോട് ഒന്നും ചോദിക്കരുതെന്നും മഹിയുടെ മനസ്സിലുള്ള എല്ലാ ചോദ്യത്തിനുമുള്ള ഉത്തരം ഞാൻ തരും, പക്ഷേ ഇപ്പോൾ എന്നെ ഹെൽപ്പ് ചെയ്യണം. മരിച്ചു എന്ന് വിചാരിച്ചിരുന്ന എന്റെ സഹോദരിയായ ജൂഹിയാണ് ഇത്. ജൂഹിയെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി ജൂഹിയെ എടുക്കുകയും അവർ രണ്ടുപേരും അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു. അവർ പോകുന്നത് കണ്ട് പുറത്തു വരുന്ന വിശാഖയും വിക്രാന്ത് തമ്മിൽ വഴക്കു കൂടുകയാണ്. വിശാഖയ്ക്ക് വിക്രാന്തിന്റെ യഥാർത്ഥ സ്വഭാവം മനസ്സിലായി എന്നും വിശാഖ ഇനി വിക്രാന്തിന്റെ കൂടെ നിൽക്കില്ല എന്നും ഇനി 2 പേർക്ക് 2 വഴി എന്ന് പറഞ്ഞ് വിശാഖ അവിടെ നിന്ന് പോകുന്നു. വിശാഖ പോകുന്നത് കണ്ട് വിഷമത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. മറുവശത്ത് മഹി ബേലയോട് അമ്മ ഏത് ഹോസ്പിറ്റലിലാണ് ഉള്ളത്, ആ ഹോസ്പിറ്റലിൽ ജൂഹിയെ കൊണ്ടുപോകാമെന്ന് പറയുകയാണ്. അത് കേട്ട് പേടിക്കുന്ന ബേല അറിയാതെ അമ്മ ഡിസ്ചാർജ് ആയി വീട്ടിലേക്ക് പോയി എന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന മഹി കാറ് ബേലയുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടി തിരിക്കുകയാണ്. എന്ത് പറഞ്ഞാലും മഹി ബേലയുടെ വീട്ടിൽ പോകുമെന്ന് മനസ്സിലാക്കുന്ന ബേല ആലോചിച്ച് ഇരിക്കുകയാണ്. വ്യോമിന്റെ തിരിച്ചുവരവ് ഇനി എങ്ങനെയായിരിക്കും, ജൂഹിയുടെ തിരിച്ചുവരവിന്റെ ഉദ്ദേശം എന്താണ് എന്നൊക്കെ അറിയാൻ അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക്